ഞാനിപ്പോൾ നിൽക്കുന്നത് ചാല SA റോഡിൻ്റെ അവിടെയാണ്. അതായത് SA റോഡ് ഇങ്ങോട്ടേക്കാണ് SA റോഡിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഒരു ജംഗ്ഷനാണ്. ഈ ഒരു ജംഗ്ഷനിൽ സ്ഥിരം ഇപ്പോൾ അപകടങ്ങൾ പതിവാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അപകടങ്ങൾ ഉണ്ടായി, എന്നും അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോ എൻട്രി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോ എൻട്രി എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ട് വാഹനങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതായത് കണ്ണൂർ ഭാഗത്തേക്ക്, കൂത്തുപറമ്പിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് ഈ ഒരു റോഡിലൂടെ മാത്രമാണ് ഇപ്പോൾ പോകാനായിട്ട്. അവിടെയാണ് നോ എൻട്രി എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചേക്കുന്നത്. ഇപ്പോൾ സർവീസ് റോഡാണ്, എല്ലാ സർവീസ് റോഡുകളും 2 വേ ആണ്. പക്ഷേ ഇവിടെ മാത്രം സ്ഥലമില്ലാത്തതുകൊണ്ട് വാഹനങ്ങൾ കാത്തു കിടക്കുന്നതാണ്. അപ്പോൾ ഇതിലെ അങ്ങോട്ടേക്ക് കയറി പോകുന്നതാണ്. നോ എൻട്രി എന്ന് പറഞ്ഞ ബോർഡുണ്ട്, പക്ഷേ വാഹനങ്ങൾ ഇതിലെ കയറി പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഈ ഒരു അപകടങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോട് ചോദിക്കാം എന്താണ് ഇവിടുത്തെ പ്രധാന പ്രശ്നമെന്ന്. ചേട്ടൻ്റെ പേരെന്താ? രഞ്ജിത്ത്. അപ്പോൾ ഇവിടെ നിരന്തരമായിട്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു പറഞ്ഞിട്ടാണ് ഇപ്പോൾ എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ഒരു സംഭവം വെച്ചെന്ന് വെച്ചാല് ഇവർ ഇവിടെ നിന്ന് ഒരു വണ്ടി പോകുമ്പോ വിട്ടുകൊടുക്കൂല. ഞാൻ രാത്രി ഒരു ആക്സിഡന്റ് ആയി. ഒരു ലോറി വന്നിട്ട് ഒരു കുഞ്ഞുമ്മ മദ്യം അടിച്ചിട്ട് വന്നെയാണ്. മദ്യം മാത്രമല്ല തീർത്തല്ലേ പോയിട്ട് മടങ്ങി വന്നെയാണ്. ഈറ വീണ് നമ്മള് വെള്ളം കൊടുക്കുന്നു. ലാസ്റ്റ് അവൻ തൻ്റെ ആണ് പറയുന്നത്. തൻ്റെ പറഞ്ഞു എന്നാ അന്യാക്കുന്നാക്കോന്ന് വെള്ളം വെച്ച് കൊടുക്കുന്നു. അതല്ല വെള്ളത്തിന്റെ അല്ല, ഇതിപ്പോ ഈ റോഡിന്റെ എന്താണ് അവസ്ഥ? റോഡെന്ന് വെച്ചാൽ അവിടുന്ന് ബസ്സൊക്കെ വരുന്നുണ്ട്. അപ്പോ അതെന്ന് വെച്ചാൽ ഒരു ബസ് വേറെ വിട്ടുകൊടുക്കൂല, ആരും വിട്ടുകൊടുക്കൂല. അപ്പൊ ഇവിടെ ബ്ലോക്ക് ആവാറുണ്ടോ? ബ്ലോക്ക് ആവും. കാണാൻ നമുക്ക് അധികം സ്ഥലമില്ലല്ലോ, ചെറിയൊരു നമുക്ക് ഓർമ്മയില്ല എത്ര മക്കളെ വരുന്നതാണ്. ബസ്സുകാരിങ്ങനെ പരക്കപ്പായാലും ഇവർ ഈ ബസ്സിന്റെ നിർത്തണമെന്ന് നമുക്കതേ വേണ്ടു ചാനലിൽ. അതായത് ബസ് പരക്കപ്പാച്ചിലുണ്ട്. പരക്കപ്പാച്ചിലെന്ന് വെച്ചാൽ എന്തിന്ന് ഓരോ പോക്ക് കണ്ടാൽ ഞെട്ടിപ്പോ നിങ്ങള്. ഇതിൽ അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നു. നമുക്ക് നിർത്തണത് ആണല്ലേ? ചേട്ടൻ്റെ പേരെന്താ? പേര് രാജഗോപാൽ. ഞാനിവിടുത്തെ രാജഗോപാൽ. അപ്പോൾ ഇവിടെ നിരന്തര അപകടങ്ങൾ, അതുപോലെ തന്നെ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞ ഈ ഒരു റോഡ് ഇത് 1 വേ ആയിട്ട് വെച്ചിട്ടാണ് തുറന്നു കൊടുത്തത്. പക്ഷെ ഇങ്ങനെ അങ്ങോട്ടേക്കും പിന്നെ പോകുന്നുണ്ട്. അങ്ങ് പോകുന്നതിനെ കൊണ്ട് ഇപ്പോൾ എന്നാലേ ബ്ലോക്ക് ഇതാവും. അപ്പുറത്തെ റോഡ് ശരിയായില്ല. പക്ഷേങ്കിൽ ഭയങ്കര സ്പീഡായിട്ട് വരുന്നിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഈ ജംഗ്ഷൻ ആയതുകൊണ്ട് അങ്ങൊന്നും അടുത്തൊന്നും വലത്തൊന്നും പിന്നെ വാഹനങ്ങൾ കയറുന്നു. അപ്പോഴത്തേക്ക് 2-3 പ്രാവശ്യമായി ആക്സിഡന്റ് നടക്കുന്നത്. അതുപോലെ അങ്ങനെ ഇങ്ങോട്ട് കുന്നിറക്കുവാണ്, വളരെ സ്പീഡാണ് വാഹനങ്ങൾ കയറി. ഇപ്പൊ ഈ വാഹനങ്ങൾ ബ്ലോക്ക് ആവോ? ബ്രേക്കർ ഇതിപ്പോ ഈ കയറി പോകുന്ന വാഹനം ബ്ലോക്ക് ആവോ? ഇതിങ്ങനെ കയറി പോകുമ്പോ ബ്ലോക്ക് ആയിട്ട് വലിയ വാഹനങ്ങൾ വന്നാൽ ആകെ 3.5 മീറ്ററേ ടാറിംഗ് ഉള്ളൂ. അപ്പൊ വലിയ വാഹനങ്ങൾ വന്നാൽ 2 ഭാഗത്തെ കൂടി പോവാൻ കഴിയില്ല. അപ്പൊ ഇതുപോലെ ഇപ്പൊ ഒരു മിനിറ്റ്, ഇപ്പൊ ഈ ഒരു വാഹനം ഇവിടെ റിവേഴ്സ് എടുക്കുന്ന ബസ് വന്നു. അപ്പൊ ആളുകൾക്ക് പോകാനായിട്ട് ഒരു സ്പേസ് ഇല്ല അല്ലേ? സ്പേസ് ഇല്ല, അതാണ് വാഹനത്തിന് പോകാൻ സ്പേസ് ഇല്ല. ഇത് പിന്നെ 1 വേ ആക്കിയാൽ തന്നെ വളരെ സ്പീഡോട് കൂടിയാ വരുന്നത്. ഇവിടെ ബമ്പറോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും വെച്ചിട്ട് സ്പീഡ് ബസ്സൊക്കെ നല്ല സ്പീഡിലാണ് വരുന്നത്. അപ്പൊ എന്തായാലും ഇപ്പോ ഈ പാത ഉണ്ടാക്കിയവരാണ് ഇതിന്റെ കുറ്റക്കാര്. പാത ഉണ്ടാക്കിയവരാണ് ഇത് നിർമ്മിക്കേണ്ടത്. ഇപ്പൊ PWDയോട് അന്വേഷിച്ചാലും ഇവരാണ് ഇതാണ് ഇതിന്റെ എല്ലാം മുഴുവൻ പിന്നെ ഇൻചാർജ് പാത. ആളുകളൊക്കെ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് യാത്ര ചെയ്യുന്നത്. ആളുകൾ ഭയങ്കര റിസ്കിലാണ് ഇതിൽ പോകുന്നത്. അതെ, ഭയങ്കര മക്കൾ പോകുന്നുണ്ട്. എന്താണ് പോംവഴി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിനൊരു പോംവഴി എന്താ ഉദ്ദേശിക്കുന്നത്? പോംവഴി ഡിവൈഡർ വെക്കുക, പിന്നെ 1 വേ ആയിട്ട് മറ്റേ അപ്പുറത്തെ പാതയും കൂടി പുനർനിർമ്മിച്ചിട്ട് 1 വേ ആക്കിയിട്ട് വിട്ടാൽ ഇതിന്റെ പ്രശ്ന പരിഹാരം. അപ്പൊ ചേട്ടൻ ഇവിടെ നിരന്തരം ഇവിടുത്തെ കച്ചവടക്കാരനാണല്ലോ, നിരന്തരം കാണുന്ന ഒരാളാണ് അല്ലേ? അതെ. പേരെന്താ? പ്രദീപ്, ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ ഇവിടെ ഇപ്പം തന്നെ നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കയറി വരുന്നത്. 1 വേ ആരും അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ 1 വേ ആണെങ്കിൽ ഇവര് മിംസ് ആശുപത്രിയിലേക്ക് 2 കിലോമീറ്റർ ചുറ്റിപ്പോയിട്ട് വേണ്ടേ വരാൻ. അപ്പൊ അപ്പുറത്തെ റോഡ് എന്തുകൊണ്ട് തുറന്നു കൊടുക്കുന്നില്ല? അപ്പുറത്തെ റോഡ് ചെറിയൊരു ഭാഗം മാത്രമേ ആക്കാൻ പൂർത്തിയാക്കാനുള്ളൂ. അപ്പൊ സർവീസ് റോഡ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നമില്ലാണ്ട് പോവാം. അപ്പോൾ ആരുടെ അനാസ്ഥയത്? പിന്നെ കോൺട്രാക്ടറും ഇപ്പോൾ അധികാരിന്റെ അനാസ്ഥയാണ്. അപ്പോ അപകടങ്ങള് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇവിടെ കാണാനുണ്ടല്ലോ. മുകളിൽ ഈ കുന്നിന് ഭയങ്കര അപകടങ്ങളാണ്. 4 ഭാഗത്തോട്ട് ഇങ്ങനെ റോഡ് പോകുന്നതാണ്. അങ്ങനെ വരുന്നത് ഇങ്ങനെ വരുന്നത് കയറുന്നതും എല്ലായിട്ടും നിങ്ങൾ കണ്ടിട്ടില്ലേ? ആടെ ഭയങ്കര പ്രശ്നമാണ് മുകളിൽ. അപ്പൊ ഇത് സർവീസ് റോഡ് ആയിക്കഴിഞ്ഞാൽ ഒരു അപകടം ഉണ്ടാവില്ല, വണ്ടി മര്യാദയ്ക്ക് പോകും. അല്ല, അങ്ങ് ആ കുന്നുമെന്ന് ഇങ്ങോട്ടേക്ക് വാഹനം സ്പീഡിലാണ് വരുന്നത്, ഇവിടുന്ന് കയറുന്ന അവർ കാണുന്നില്ല. അപ്പൊ ഇത് ട്രെയിനിങ് ആണല്ലോ. അപ്പൊ ഇവിടെ അടിയന്തരമായിട്ട് ഒരു ബമ്പ് ഇട്ട് കൊടുക്കുക. നല്ലൊരു 3 ബമ്പ് ഇട്ട് കൊടുത്താൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യാണ്ടാണ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. വീട് നിന്ന് 4 വരി 5 വരി പിന്നെ സൈഡ് റോഡുണ്ട്.
അപ്പൊ അങ്ങനത്തെ വരുന്ന വണ്ടി കാണൂല. ഇപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടി ഇങ്ങോട്ട് കാണൂല. അല്ല, ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ട് കയറി അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. അപ്പൊ ചെറിയ വണ്ടി അങ്ങോട്ട് കയറി പോകുന്നുണ്ട്, വലിയ വണ്ടി കയറിയപ്പോൾ ഫുൾ ബ്ലോക്ക് ആണ്. അപ്പൊ സർവീസ് റോഡ് എത്രയും വേഗം പണി തീർക്കും. സർവീസ് റോഡ് എത്രയും പെട്ടെന്ന് പണി ബ്ലോക്കും കാര്യവും അപകടം ഉണ്ടാവും. സർവീസ് റോഡ് അങ്ങ് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ട് അങ്ങോട്ട് പോയി ഈ ഭാഗത്തോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ പ്രശ്നമില്ല. അത് ചെറിയൊരു ഭാഗം മാത്രമേ തീർക്കാവൂ സർവീസ് റോഡ്. അത് എത്രയും പെട്ടെന്ന് തീർക്കും. അല്ല, ഈ ഒരു വീതി ഇത്രയും സർവീസ് റോഡിൽ 2 വേ ആണല്ലോ വേണ്ടത്. അതിപ്പോ 2 വേ ആകേണ്ട റോഡില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നത്? ആദ്യമേ ഡബിൾ റോഡ് ആക്കണ്ടേ. ഇപ്പൊ കുറേ സ്ഥലത്ത് അങ്ങനെ ഇല്ല, ഡബിൾ റോഡില്ല, സിംഗിൾ റോഡ് മാത്രം. 2 വേ ആയിക്കഴിഞ്ഞാൽ 2 ബസ്സിനോ ഒരു ലോറിക്കോ ഒരു കാറിനോ പോകാൻ കഴിയില്ല. അപ്പൊ ഇവർ സിംഗിൾ റോഡ് മാത്രമായി. അപ്പൊ ഇപ്പൊ ഈ ഒരു റോഡ് ഉണ്ടാക്കിയത് അപകടം കൂടുതലുണ്ടാവും. ഇപ്പൊ നമ്മൾ ഇവിടെ അപകടം കുറേ സർവീസ് റോഡ് അടിയന്തരമായിട്ട് ഉണ്ടാവും. സർവീസ് റോഡ് 2 വേ ആവണം അല്ല, 2 വേ ആവും, എന്നാലും പ്രശ്നമില്ല. അപ്പൊ ആ വാഹനങ്ങൾ വരുന്നതൊക്കെ ഭയങ്കരമായ ഭയത്തോടെയാണ്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഭയത്തോടെ നിൽക്കണം. ഈ ഒരു ലോറിയൊക്കെ വരുന്ന ഇപ്പൊ ഇതാ വീണ്ടും ബ്ലോക്ക് ആയി. അപകടം വരുന്നതിനിടയ്ക്ക് ശ്രദ്ധിക്കും. ഓപ്പോസിറ്റ് സൈഡിൽ കയറിയിട്ട് പോകുന്നുണ്ടോ, സ്ലാബിന്റെ മുകളിൽ കൂടി കയറിയിട്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ നാടകം അവസ്ഥ. ഇതാണ് ഭയാനകമായിട്ട് ഈ ഒരു ഇവിടെ ജീവിക്കുന്നവർ ഇതുപോലെ ജീവിക്കണം അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ബിജു. ഞാൻ ഇത് അടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ഈ റോഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ ഗുരുതരമായ അവസ്ഥയാണ്. ചില റോഡിനൊന്നും ദിശാസൂചികയില്ലാതുകൊണ്ട് പല ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികൾ ഇവിടെ എത്തിപ്പെടുകയാണ്. അപ്പോൾ അവർക്ക് എങ്ങോട്ടാ പോകേണ്ടത്, എവിടെയാ പോകേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക്. അതേ സമയത്ത് തന്നെ ഇപ്പോൾ ഈ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഓവർ സ്പീഡിലാണ് കടന്നു വരുന്നത്. അത് നല്ല റോഡായതുകൊണ്ട് പൊതുവെ അവർ മറ്റുള്ളതൊന്നും ശ്രദ്ധിക്കില്ല. അതേസമയം തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എവിടെയാണെന്നറിയാതെ ഇവിടെ വന്നിട്ടും ബ്ലോക്കും. ഇവിടെ 1 വേ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. 1 വേ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഇതാരും ചെയ്യണം. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു സംവിധാനം വേണമെന്ന് നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടത്. ഈ കരാറ് കമ്പനി, റോഡിന്റെ കരാറ് കമ്പനി 2 ഇത് വലിയ ലോറിയും ഈ വശത്ത് ചെറിയൊരു വാഹനം ഇതാണ്. അപ്പൊ അതുകൂടാണ്ട് ഈ എതിർവശത്തുനിന്ന് വരുന്ന നോ എൻട്രി എന്ന ബോർഡ് വെച്ചിട്ട് പോലും ഓവർ സ്പീഡിലാണ് അങ്ങന്ന് ഭൂത്തോർ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികൾ വന്ന് കയറുന്നത്. കാണുന്നില്ല ഇന്ത്യയിലെ അവസ്ഥ. അപ്പോൾ കുട്ടികളെ ഇനി സ്കൂൾ തുറന്ന സമയത്ത് കുട്ടികളടക്കം ഒരുപാട് ആൾക്കാർ, പ്രായമുള്ളവർ, സ്ത്രീകളും ആൾക്കാരും കടന്നു പോകുന്ന അവർക്കെല്ലാം ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം കടമ്പൂർ സ്കൂളാ, ചിന്നമ്മ സ്കൂൾ, ഏതോ സ്കൂളിന്റെ വാഹനം ഇവിടെ ഇതായി. അപ്പോൾ നിരവധി തവണ പലതരത്തിലും ഇവരെ വിളിച്ചു പറയുകയോ എല്ലാം ചെയ്തിട്ട് ഇതുവരെ ഒരു നടപടി ഇതിന് ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ എന്താണ് ഒരു പോംവഴി നാട്ടുകാർ ഉദ്ദേശിക്കുന്നത്? കൃത്യമായ ദിശാസൂചികകൾ വെക്കുക, പിന്നെ അതിനുള്ള ഒരു പോലീസ് സംവിധാനം അവിടെ നിന്നുള്ള സംവിധാനങ്ങൾ ചെയ്യുക. ഈ 1 വേ ആയിട്ട് തന്നെ, അല്ലെങ്കിൽ ഇതിന്റെ ഇരുവശത്തൊന്നും വാഹനങ്ങൾ വരുന്നത് താൽക്കാലികമായിട്ട് തടസ്സപ്പെടുത്തുക എന്നുള്ളതേ പറയാൻ പറ്റും. ഒരു ഭാഗത്തുനിന്ന് മാത്രം വാഹനം വരുന്ന ഒരു സംവിധാനം ആക്കുക, അത് മാത്രമാണ്. പിന്നെ ഈ ബസ്സുകാരുടെ ഒരു മരണപ്പാച്ചിലും കൂടി ഇതിനകത്ത് ഉണ്ടല്ലോ. ഇവിടെ ബസ്സുകാരുടെ ഒരു സ്പീഡ് കൂടുതൽ തന്നെയാണ് അവർ വരുന്നത്. അപ്പോൾ 2 പ്രാവശ്യം ഇപ്പം ബോർഡ് എടുത്ത് വെച്ചതും ഇവര് പറയുന്നത് ബസ്സുകാരനെ എടുത്ത് മാറ്റി വെച്ചിട്ട് പോകുന്നു, പിന്നെ തിരിച്ചു വെക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു സ്പീഡ് ബ്രേക്കർ വേണം നിങ്ങൾ പറയുന്നത്? നിർബന്ധമായിട്ടും ആവശ്യമാണ്. ഇത് ഇങ്ങനെ 4 ഭാഗത്തൊന്നും വരുന്ന റോഡായതുകൊണ്ട് കാണുകയില്ലല്ലോ, ഇങ്ങനെ വരുന്ന വാഹനങ്ങൾ അങ്ങനെ കാണുകയില്ലല്ലോ. അതേപോലെ പിന്നെ വേണ്ടത് ഒരു ദിശാസൂചിക. എല്ലാ ഭാഗത്തും അത് എവിടത്തേക്കാണ് പോകേണ്ടതെന്നുള്ളത് ഒരു കൃത്യമായ ഒരു ദിശാസൂചികകൾ വേണമെന്നാണ് നമ്മളെ നാട്ടുകാരെന്നുള്ളതിൽ എനിക്ക് തോന്നുന്നത് നാട്ടുകാർക്ക് തന്നെ എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ പുറത്തുനിന്ന് വരുന്നവർ എന്ത് ചെയ്യും? ആരോട് പറയാൻ? ആരാന്ന് ചെയ്യുന്ന ഇത് ഉത്തരേന്ത്യൻ കമ്പനികൾ ചെയ്തിട്ട് അവർ പോവാന്നല്ലാണ്ട് ഇതിപ്പോ 1 വേ കൂടി വാഹനം കയറി പോകുന്നുണ്ട്. നമുക്ക് ഇവിടെ പല അനിഷ്ട സംഭവങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. പക്ഷെ ഇതിന് കേസെടുക്കുമോ? ഇങ്ങനെ റോങ് ആയിട്ട് കയറി പോകുന്നതിന് കേസുണ്ടോ? നിയമപരമായിട്ട് ഇതിന്റെ സാധ്യത അവർക്കല്ലേ അറിയില്ല. ഇപ്പൊ ഇതിനിടയ്ക്ക് പത്രത്തെ കണ്ടു, ഹൈവേ എന്ന് പറയുന്നത് 1 വേ അല്ല 2 വേ ആണെന്ന് അവരെന്നെ പത്രത്തെ കൊടുത്തിട്ടുണ്ട്. അതായത് പാരൽ റോഡ് 2 വേ ആണ്. ഇവിടെ നോ എൻട്രി ആയിട്ട് ബോർഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ആക്കിയ ആൾക്കറിയില്ല, ഇതിൽ പോകുന്ന ആൾക്കറിയില്ല. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാനിപ്പോൾ ചാലയിലാണുള്ളത്. നമ്മളെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ പറയണതെന്ന് വെച്ചാൽ ചാല വലിയൊരു അപകടത്തിൽ, നമുക്കറിയാം നേരത്തെ ഒരു ഗ്യാസ് ദുരന്തമൊക്കെ ഉണ്ടായ ഒരു സ്ഥലമാണ്. ആ ഒരു സ്ഥലത്താണ് ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു, അതായത് കഴിഞ്ഞ ദിവസം സ്കൂള് വാഹനങ്ങളൊക്കെ ഇവിടെ അപകടത്തിൽപ്പെടേണ്ടതെന്ന് പറഞ്ഞത്. നമുക്ക് ആ ദൂരം കാണാൻ നമുക്കൊരു KSRTC ബസ് അവിടെ നിന്നു, അവിടെ ബ്ലോക്കായി. അപ്പോൾ ഇതന്നെയാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെ അങ്ങോട്ട് 1 വേ ആണ്, ഇന്ന് വാഹനങ്ങൾ അങ്ങോട്ട് കയറിപ്പോണ്ട് നാട്ടുകാർക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് മാറി കിട്ടാൻ കണ്ണൂർ മൗണ്ടനും ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.